ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്കിപ്പോൾ മെസ്സേജ് അയക്കുന്നില്ല എന്ന് വിചാരിക്കുക. അഥവാ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ കുറേ ദിവസമായിട്ട് മെസ്സേജ് ഒന്നും വരുന്നില്ല, എന്താണ് പറ്റിയതെന്ന് അറിയത്തില്ല, ആ വ്യക്തിക്ക് എന്നോട് താല്പര്യം കുറഞ്ഞോ അതോ എന്നെ ഉപേക്ഷിക്കാൻ പോവുകയാണോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളുമായി അല്ലെങ്കിൽ ഭയവുമായി ഇരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾക്ക്. ആ വ്യക്തിയിൽ നിന്നും നിങ്ങളൊരു കോളോ മെസ്സേജോ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. മുഴുവനായിട്ടും കാണുക. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അഥവാ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഇത് ഒന്ന് എഴുതിയെടുക്കുക. ഒരു പേനയും പേപ്പറും എടുത്തിട്ട് എഴുതിയെടുത്തോളൂ. ഒന്നാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ആൺകുട്ടിയാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. ഇത് നേരെ തിരിച്ച് അവൻ എന്നുള്ള സ്ഥലത്ത് അവൾ എന്നാക്കുക, അവൾ എന്നുള്ള സ്ഥലത്ത് അവൻ എന്നാക്കുക. അത് നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് ചേഞ്ച് ചെയ്താൽ മതി. ഒരു ഉദാഹരണം മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ഓക്കെ, ഞാനിവിടെ കൈന എന്നുള്ള പേരാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആരിൽ നിന്നാണോ നിങ്ങൾ മെസ്സേജ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയുടെ പേര് അവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ കൈന എനിക്ക് മെസ്സേജ് അയക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ അഫർമേഷൻ. എന്താണ്? എൻ്റെ കൈന എനിക്ക് മെസ്സേജ് അയക്കുന്നു. നോട്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ അഫർമേഷൻ ഏതാണെന്ന് നോക്കാം. അവൾ എനിക്ക് മെസ്സേജ് അയക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. അവൾ എനിക്ക് മെസ്സേജ് അയക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, മെസ്സേജിങ്ങിലൂടെ അവൾ എന്നോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നു. മെസ്സേജിങ്ങിലൂടെ അവൾ എന്നോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നു. ഇനി ഒരു പെൺകുട്ടിയാണ് ഇത് എഴുതുന്നതെങ്കിൽ മെസ്സേജിങ്ങിലൂടെ അവൻ എന്നോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നു എന്നുള്ള രീതിയിൽ എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി നാലാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, ഞങ്ങൾ നേരിട്ട് കണ്ടുമുട്ടുന്നു, ഒന്നാകുന്നു, സന്തോഷകരമായ ബന്ധം തുടരുന്നു. ഒന്നുകൂടി പറയാം. ഞങ്ങൾ നേരിട്ട് കണ്ടുമുട്ടുന്നു, ഒന്നാകുന്നു, സന്തോഷകരമായ ബന്ധം തുടരുന്നു. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അഞ്ചാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, ഏത് വ്യക്തിയിൽ നിന്നാണോ നിങ്ങൾ മെസ്സേജ് പ്രതീക്ഷിക്കുന്നത് ആ വ്യക്തിക്ക് ഒരു നന്ദി പറയുക 3 തവണ. താങ്ക് യു കൈന, താങ്ക് യു കൈന, താങ്ക് യു കൈന. അവിടെ അരുൺ ആണെന്നുണ്ടെങ്കിൽ താങ്ക് യു അരുൺ, താങ്ക് യു അരുൺ, താങ്ക് യു അരുൺ എന്നിങ്ങനെ 3 തവണ നന്ദി കൂടി പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ 5 പ്രധാനപ്പെട്ട അഫർമേഷൻസ് ആണ് പറഞ്ഞത്. ഈ അഫർമേഷൻസ് എന്തിനാണ് ഉപയോഗിക്കേണ്ടത്? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയിൽ നിന്നൊരു മെസ്സേജോ കോളോ ഒക്കെ വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുകൂടി നമുക്ക് നോക്കാം. അത് പറയുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും സ്ട്രഗിള് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? അഫർമേഷൻസ് പലപ്പോഴും നിങ്ങൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 2 നേരങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒന്നുകിൽ രാവിലെ എണീറ്റ ഉടനെയോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപോ. ഏതെങ്കിലും ഒരു ടൈം ചൂസ് ചെയ്താൽ മതി. 2 നേരം ചെയ്തുകൊണ്ട് വളരെയധികം റിസ്ക് എടുക്കേണ്ട. ദിവസത്തിൽ 1 നേരം ചെയ്താൽ മതി. അപ്പോൾ ഏത് നേരമാണ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം ചൂസ് ചെയ്യുക. എന്നിട്ട് ഇത് എഴുതുകയാണോ ചെയ്യുന്നത് അതോ പറയുകയാണോ ചെയ്യുന്നത് എന്നുകൂടി തീരുമാനിക്കുക. എഴുതുകയാണെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ അഫർമേഷൻസും നിങ്ങൾ 5 തവണ റിപ്പീറ്റ് ചെയ്ത് എഴുതണം. മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. 21 ദിവസം തുടർച്ചയായിട്ടാണ് ചെയ്യേണ്ടത്. ഓരോ അഫർമേഷൻസും 5 തവണ റിപ്പീറ്റ് ചെയ്ത് 21 ദിവസം തുടർച്ചയായിട്ട് എഴുതുക. ഇനി നിങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഓരോ അഫർമേഷൻസും 10 തവണ 1 നേരം തുടർച്ചയായിട്ട് 21 ദിവസം ചെയ്യുക. ക്ലാരിറ്റി കിട്ടി കാണും. എത്ര ദിവസം ചെയ്യണം? 21 ദിവസം ചെയ്യണം. പറയുകയാണെങ്കിൽ ഓരോന്നും 10 തവണ, എഴുതുകയാണെങ്കിൽ ഓരോന്നും 5 തവണ. ക്ലാരിറ്റി കിട്ടി കാണും. ഇനി ഇത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ, നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലും നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നന്ദി. നമസ്കാരം.